പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ആശങ്ക. മണ്ഡലങ്ങളുടെ ചുമതലയുള്ള KPCC ഭാരവാഹികൾ നൽകിയ പട്ടികയിലും തർക്കം. 5 അംഗ സമിതിയാണ് മണ്ഡലങ്ങളിൽ നിന്ന് KPCC ഭാരവാഹികൾ നൽകിയത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഉടനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞെങ്കിലും ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ ആശങ്കയും ആശയക്കുഴപ്പത്തിലുമാണ്. വയനാട്ടിൽ രാഹുലിനു പകരം പ്രിയങ്ക മത്സരിക്കുമെന്ന ഏറെക്കുറെ തീരുമാനമായെങ്കിലും സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാടും ചേലക്കരയിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ പ്രതിസന്ധിയാണ്. പാലക്കാടും ചേലക്കരയും KPCC ഭാരവാഹികൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകിയിരുന്നു. ചേലക്കരയിൽ KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, ജനറൽ സെക്രട്ടറി PM നിയാസ് എന്നിവർക്കും പാലക്കാട് KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ്, സെക്രട്ടറി ബാബുരാജ് എന്നിവർക്കുമാണ് ചുമതല നൽകിയത്. ഇവർ 5 പേരുടെ പട്ടികയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ, VT ബൽറാം, VP സരിൻ, സുമേഷ് അച്യുതൻ എന്നിവരും ചേലക്കരയിൽ രമ്യ ഹരിദാസ്, KE തുളസി, VP സജീന്ദ്രൻ, NK സുധീർ, KB ശശികുമാർ എന്നിവരുടെ പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. എന്നാൽ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് DCCക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാകും KPCCക്കുണ്ടാവുക. ജനം, തിരുവനന്തപുരം.